ലോകാരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7. ലോകാരോഗ്യ സംഘടന എന്നാണ് സ്ഥാപിതമായത്? 1948 ഏപ്രിൽ 7. ഏതു വർഷം മുതലാണ് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായി ആഘോഷിക്കുവാൻ തുടങ്ങിയത്? 1950 മുതൽ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡ്. ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്നാണ്? ജൂലൈ 1. ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്ന ജൂലൈ 1 ആരുടെ ജന്മദിനമാണ്? BC റോയ്. ആരോഗ്യവാനായ ഒരാളുടെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ്? 120/80 മില്ലിലിറ്റർ ഓഫ് മെർക്കുറി. ഭയം ഉണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏത്? അഡ്രിനാലിൻ. രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത്? പ്ലീഹ. വെളുത്ത രക്താണുക്കളുടെ അനിയന്ത്രിതമായ വർധനയ്ക്ക് കാരണമാകുന്ന രോഗം ഏത്? ലുക്കീമിയ അഥവാ രക്താർബുദം. എത്രയാണ് മനുഷ്യൻ്റെ ശരാശരി ഹൃദയമിടിപ്പ്? മിനിറ്റിൽ 72 തവണ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? കരൾ. ഔഷധങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് എന്താണ്? പെൻസിലിൻ. മാറ്റിവെക്കപ്പെട്ട ആദ്യ മനുഷ്യ അവയവം ഏത്? വൃക്ക. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം ഏത്? സെറിബെല്ലം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ഓക്സിജൻ. കോശം കണ്ടെത്തിയത് ആര്? റോബർട്ട് ഹുക്ക്. വാക്സിനേഷൻ കണ്ടെത്തിയത് ആര്? എഡ്വേർഡ് ജെന്നർ. ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? സാമുവൽ ഹാനിമാൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ഏത്? പല്ലുകളിലെ ഇനാമൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? രാജകുമാരി അമൃത് കൗർ. ലോകാരോഗ്യ സംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ എത്രയാണ്? 6. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ്, ചൈനീസ്, അറബിക്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ. രക്തം കട്ടപിടിക്കാൻ കാലതാമസം എടുക്കുന്ന രോഗം ഏതാണ്? ഹീമോഫീലിയ. ശരീരത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിൻ. ജലദോഷത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? റൈനോ വൈറസ്. വിറ്റാമിൻ സിയുടെ രാസനാമം എന്ത്? അസ്കോർബിക് ആസിഡ്. WHO-യുടെ പൂർണ്ണരൂപം എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. മനുഷ്യന് എത്ര ക്രോമസോമുകൾ ഉണ്ട്? 23 ജോഡി. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഏതാണ്? കൺപോളയിലെ പേശി. ആദമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്?
തൈറോയ്ഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏത്? ഗ്ലൂട്ടിയസ് മാക്സിമസ്. BCGയുടെ പൂർണ്ണരൂപം എന്താണ്? ബാസിലസ് കാൽമെറ്റിഗോറി. വിറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? സ്കർവി. DTP അഥവാ ട്രിപ്പിൾ ആൻറ്റിജൻ ഏതെല്ലാം രോഗങ്ങൾക്കുള്ള വാക്സിനാണ്? ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? കരൾ. അമിത മദ്യപാനം മൂലമുണ്ടാകുന്ന മാരകമായ കരൾ രോഗം എന്താണ്? ലിവർ സിറോസിസ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന നേത്രരോഗം? നിശാന്തത. രക്തചംക്രമണം കണ്ടുപിടിച്ചതാര്? വില്യം ഹാർവി. ജനനം മുതൽ മരണം വരെ ഒരേ വലുപ്പത്തിൽ തുടരുന്ന മനുഷ്യ അവയവം ഏത്? നേത്രഗോളം. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിജയവാഡ, ആന്ധ്രാപ്രദേശ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം ഏത്? പീനിയൽ ഗ്രന്ഥി. ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എവിടെയാണ്? കൊൽക്കത്ത. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഗ്രിഗർ മെൻഡൽ. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നടത്തിയതാര്? ക്രിസ്ത്യൻ ബർണാഡ്, 1967. ലോക ക്ഷയരോഗ ദിനം എന്നാണ്? മാർച്ച് 24. മനുഷ്യ ശരീരത്തിലെ ശരാശരി താപനില എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ്. വൈറസ് കണ്ടുപിടിച്ചത് ആരാണ്? ദിമിത്രി ഇവാനോവിസ്കി, 1862. ഓറൽ പോളിയോ വാക്സിൻ വികസിപ്പിച്ചത് ആരാണ്? ആൽബർട്ട് ബ്രൂസ് സാബിൻ. കേരള ആരോഗ്യ വകുപ്പിൻ്റെ അവയവദാന പദ്ധതിയുടെ പേരെന്ത്? മൃതസഞ്ജീവനി. കെരാറ്റോപ്ലാസ്റ്റി എന്ന ശസ്ത്രക്രിയ ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ്? കണ്ണ്. വൈഡൽ ടെസ്റ്റിലൂടെ സ്ഥിരീകരിക്കുന്ന രോഗം? ടൈഫോയിഡ്. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം? പാർക്കിൻസൺസ്. കുഷ്ഠരോഗത്തിന് കാരണമായ ബാക്ടീരിയയെ ആദ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ? GHA ഹാൻസൺ. മാൻഡെക്സ് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനുള്ളതാണ്? ക്ഷയം. കേരള ആരോഗ്യ വകുപ്പിൻ്റെ അവയവദാന പദ്ധതിയുടെ പേരെന്ത്? മൃതസഞ്ജീവനി. കെരാറ്റോപ്ലാസ്റ്റി എന്ന ശസ്ത്രക്രിയ ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ്? കണ്ണ്. വൈഡൽ ടെസ്റ്റിലൂടെ സ്ഥിരീകരിക്കുന്ന രോഗം? ടൈഫോയിഡ്. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം? പാർക്കിൻസൺസ്. കുഷ്ഠരോഗത്തിന് കാരണമായ ബാക്ടീരിയയെ ആദ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ?
GHA ഹാൻസൺ. മാൻഡെക്സ് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനുള്ളതാണ്? ക്ഷയം. 1950 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ആര്? രാജ്കുമാരി അമൃത് കൗർ. ഇന്ത്യൻ കെമിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ് ആര്? പ്രഫുല്ല ചന്ദ്ര റോയ്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ നിലവിൽ വന്ന വർഷം ഏത്? 2005 ഏപ്രിൽ 5. ഭാരതത്തിലെ 90% കുട്ടികളിലും പ്രതിരോധ മരുന്ന് കുത്തിവയ്പ്പ് ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി ഏത്? മിഷൻ ഇന്ദ്രധനുഷ്. വൈറസ് എന്ന വാക്കിൻ്റെ ലാറ്റിൻ അർത്ഥം എന്ത്? വിഷം. ആരോഗ്യമുള്ള ഒരു വ്യക്തിയിലെ രക്തത്തിൻ്റെ അളവ് എത്ര? 5 മുതൽ 6 ലിറ്റർ വരെ. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ പല്ലുകളുടെ എണ്ണം എത്ര? 32. ന്യൂമോണിയ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ശ്വാസകോശത്തെ. മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്ന അവയവം ഏത്? തലച്ചോറ്. മലേറിയ രോഗാണുക്കളെ കണ്ടെത്തിയത് ആര്? റൊണാൾഡ് റോസ്. ഇന്ത്യയിൽ മരുന്ന് നിർമ്മാണത്തിന് തുടക്കമിട്ട സ്ഥാപനം ഏത്? ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. ഓർഗൻ ഓഫ് മെഡിസിൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സാമുവൽ ഹാനിമാൻ. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. നോർമൽ കൊളസ്ട്രോളിൻ്റെ അളവ് എത്ര? ഡെസിലിറ്ററിൽ 200 മില്ലിഗ്രാമിൽ താഴെ. രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന രക്തകോശം ഏത്? ശ്വേതരക്താണുക്കൾ. രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? സോഡിയം സിട്രേറ്റ്. ആസ്പിരിൻ കണ്ടെത്തിയത് ആര്? ഫെലിക്സ് ഹോഫ്മാൻ. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? സർ തോമസ് ആൽബർട്ട്. ഹൃദയത്തെ പൊതിയുന്ന വസ്തുവിൻ്റെ പേരെന്ത്? പെരിക്കാർഡിയം. രക്തദാന സമയത്ത് ഒരാളിൽ നിന്നും എത്ര മില്ലിലിറ്റർ രക്തമാണ് എടുക്കുന്നത്? 300 മില്ലിലിറ്റർ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ. 2023 ലോകാരോഗ്യ ദിനത്തിൻ്റെ തീം എന്താണ്? എല്ലാവർക്കും ആരോഗ്യം. പാൻക്രിയാസിൻ്റെ ക്രമരഹിതമായ പ്രവർത്തനം മൂലമുണ്ടാകുന്ന രോഗം? പ്രമേഹം. വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിനുള്ള ലെൻസ്? സിലിണ്ട്രിക്കൽ ലെൻസ്. ശരീരത്തിന് ഉപകാരപ്രദമായ കൊളസ്ട്രോൾ? ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അഥവാ HDL കൊളസ്ട്രോൾ. ഡെങ്കിപ്പനിയുടെ മറ്റൊരു പേരെന്ത്? ബ്രേക്ക് ബോൺ ഫീവർ. വേദന അനുഭവപ്പെടാത്ത അവസ്ഥ?
അനാൽജസിയ. BCG കുത്തിവയ്പ്പ് മൂലം നിയന്ത്രിക്കുന്ന രോഗം. ക്ഷയം അഥവാ ട്യൂബർകുലോസിസ്. ഏവിയൻ ഇൻഫ്ലുവൻസ എന്നറിയപ്പെടുന്ന രോഗം. പക്ഷിപ്പനി. അരിമ്പാറയ്ക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവി. വൈറസ്. ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? പീനിയൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം ഏത്? നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത്? തൈറോയ്ഡ് ഗ്രന്ഥി. വൃക്കകളുടെ പ്രവർത്തനം നിലച്ച് ഗുരുതരാവസ്ഥയിലായ ഒരാളുടെ ജീവൻ നിലനിർത്തുവാൻ നൽകുന്ന രക്ഷാ നടപടി എന്താണ്? ഡയാലിസിസ്. ലോക ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4. ചിക്കുൻഗുനിയ എന്ന രോഗം പരത്തുന്നത് ഏതിനം കൊതുകാണ്? ഈഡിസ് ഈജിപ്തി.